ഹേ ഗൈസ് വാട്ട്സ്ആപ്പ് എല്ലാവർക്കും ഫ്രാൻസിസ് ഗെയിമിങ്ങിൻ്റെ പുതിയ വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു ഡ്രിഫ്റ്റ് ഗെയിമുമായിട്ടാണ്. സ്റ്റാറ്റിക് ഷിഫ്റ്റ് ഗെയിമിങ് റേസിങ്ങോ അങ്ങനെ എന്തോ കാണാണ് ഈ ഗെയിമിൻ്റെ പേര്. ഷോർട്ടായിട്ട് പറഞ്ഞാൽ SSR. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്, അവൈലബിൾ ആണ്. ഇത് നിങ്ങൾക്ക് മൊബൈലിലും കളിക്കാം, അതുപോലെ തന്നെ PC-യിലും കളിക്കാം. ഓക്കെ, ഗെയിം പാഡ് യൂസ് ചെയ്ത് കളിക്കാം. സോ നമുക്ക് ആദ്യമേ അതിൻ്റെ ഇതിന് മെയിനായിട്ടുള്ള ഗ്രാഫിക്സ് ആട്ടോ. ഗ്രാഫിക്സ് പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക, സാധനം കളിക്കാൻ പ്രത്യേക രസമുണ്ട്. ഇതിന് ഡ്രിഫ്റ്റൊക്കെ അടിക്കാൻ, ഡ്രിഫ്റ്റാണല്ലോ അതിൻ്റെ മെയിൻ, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഡ്രിഫ്റ്റ് അടിക്കാൻ ഭയങ്കര രസമാണ് ഈ കാറെന്നല്ല, ഈ ഗെയിമിൽ ഡ്രിഫ്റ്റ് അടിക്കാൻ ഭയങ്കര രസമാണ്. ഞാൻ കാണിച്ചു തരാം, നോക്കട്ടെ. പിന്നെ ഇതിൻ്റെ സൗണ്ടും ഇതിൻ്റെ ആ ഒരു ഗ്രാഫിക്സ് ക്വാളിറ്റിയൊക്കെ ഭയങ്കര രസമാണ്. അതായത് ഇപ്പം സൗണ്ട് കേൾക്കുന്നില്ല, കാരണം ഞാനിത് വീഡിയോ പിടിച്ച സമയത്ത് ഇത് എന്താണ് ഈ വണ്ടിയുടെ ശബ്ദം കാരണം എൻ്റെ ശബ്ദം കേൾക്കത്തില്ല ഗൈസ്. സോ അങ്ങനെ ഒരു പ്രശ്നം പറ്റി, അതുകൊണ്ടാണ് ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യണേ. സോ സാധനം ഡ്രിഫ്റ്റ് അടിക്കാൻ ഭയങ്കര രസമാണ്. ഇതുണ്ടോ ഡ്രിഫ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ അടിക്കാൻ. ഇനിയിപ്പം ഡ്രിഫ്റ്റ് അടിക്കാൻ അറിയത്തില്ല, വേറെ കാര്യം. നമുക്ക് നോക്കട്ടെ. ഡ്രിഫ്റ്റ് അടിക്കാൻ പറ്റത്തില്ല, എനിക്ക് അറിയത്തില്ല അത്ര തന്നെ. ഓക്കെ, നമുക്ക് അടിക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഡ്രിഫ്റ്റ് അടിക്കാം. പക്ഷേ അടിക്കാറിയതാണ് ഇതിലും നല്ലപോലെ പോകും കേട്ടോ, സത്യമായിട്ടും. ചില സമയത്ത് വരും ഡ്രിഫ്റ്റ് അടിക്കാൻ, ചില സമയത്ത് കിട്ടും. നല്ല രസമാണ് ഡ്രിഫ്റ്റ് അടിച്ച് പോകുന്നത് കാണാൻ. പിന്നെ നമുക്ക് ഈ മാപ്പ് ഫുൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ പിന്നെ നിങ്ങൾക്ക് പ്രൈവറ്റ് സെർവർ ഉണ്ടാക്കാം. ഓക്കെ, പ്രൈവറ്റ് സെർവർ ഉണ്ടാക്കാം. എന്നിട്ട് ആ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഗ്യാരേജിലോട്ട് പോകാം. ഇതിപ്പോൾ ഞാൻ പബ്ലിക് ആയിരുന്നു കേട്ടോ. മാക്സിമം 9 പേർക്കാണ് ഒരു സെർവറിൽ. ഓക്കെ, പ്രൈവറ്റ് സെർവർ ഉണ്ടാക്കി നിങ്ങൾക്ക് കോഡ് കൊടുത്ത് നിങ്ങൾക്ക് ഫ്രണ്ട്സിനെയും കയറ്റാം. സോ നമുക്ക് ഗ്യാരേജിലോട്ട് ചെല്ലാം. ഇത് പിന്നെ ഓഫ്ലൈൻ ഗെയിം അല്ല കേട്ടോ, ഓൺലൈൻ ഗെയിമാണ്. അപ്പം നിങ്ങൾക്ക് നെറ്റ് വേണം ഈ ഗെയിം കളിക്കണമെങ്കിൽ. ഓക്കെ, നമുക്ക് ഇത് കണ്ടോ, ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടാണ്. ഇതുണ്ടോ, ഇവിടെ തന്നെ നിങ്ങൾക്ക് പ്രൈവറ്റ് ഉണ്ട്, പബ്ലിക് ഉണ്ട്. നിങ്ങൾക്ക് പ്രൈവറ്റ് ഇട്ടിട്ട് കോഡ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ലോബി കോഡ് അടിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് കോൺട്രാക്റ്റ്, അതാണ് കേസിൻ്റെ മെയിൻ. ഇത് കസ്റ്റമൈസ് ചെയ്യാം, ഫുള്ള് കസ്റ്റമൈസ് ചെയ്യാം. നിങ്ങൾക്ക് ലെവൽ കയറണമെങ്കിൽ കോൺട്രാക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് ആദ്യമേ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറൻസി കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് കോൺട്രാക്റ്റ് മേടിക്കാവുന്നതാണ്. അത് ആക്ടിവേറ്റ് ആകുമ്പം ഒരു 30 minutes ടൈമുണ്ട് ഇതിൻ്റെ അകത്ത്, ടൈമർ. ആ ടൈമർ കഴിയുമ്പോൾ കോൺട്രാക്റ്റ് എക്സ്പയർ ആവും. ഓക്കെ, കോൺട്രാക്റ്റ് എക്സ്പയർ ആവും. പിന്നെ ഇതൊക്കെ ഓരോന്നും ഓരോ ലെവൽ അനുസരിച്ചാണ് ഗൈസ് ഇത് അൺലോക്ക് ചെയ്യുന്നത്. അതാണ് പറഞ്ഞത്, നമ്മൾ ഓരോ ലെവൽ കയറുന്നതനുസരിച്ചാണ് ഓരോ പുതിയ കോൺട്രാക്റ്റ് കിട്ടുന്നത്. ഓക്കെ, ഇത് ഫുള്ള് കസ്റ്റമൈസ് ചെയ്യാം, ഭയങ്കര രസമാണ് ഇത്. ഇതുണ്ട് ഇപ്പം ഞാൻ നിൽക്കുന്ന 4ാമത്തെ ലെവൽ വരെ കയറി കസ്റ്റമൈസ് ചെയ്തിട്ടാണ്. നമുക്ക് കോൺട്രാക്റ്റ് വല്ലതും ഒപ്പിക്കാൻ പറ്റുമോ നോക്കാം, കാരണം എൻ്റെ കറൻസി ഇല്ല കേസ്. കറൻസി ഇതിൻ്റെ അകത്ത് ഇത് പൈസ കൊടുക്കണം അല്ലേ, എൻ്റെ പൈസ ഇല്ല കേസ്. ഓക്കെ, നമുക്ക് നോക്കട്ടെ. ഡീലർഷിപ്പിൽ കയറണ്ടായിരുന്നു. അതിനകത്തൊന്നും ഇല്ല ചെയ്യാൻ, അതിനകത്ത് വേറെ ഈച്ചാണ്. ഇത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, വെറുതെ കയറി അറിയാണ്ട്. ഡീലർഷിപ്പിൽ എനിക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. ഇതിപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്കതല്ല. ബ്രൗസ് കാർന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതെങ്ങനെയാണ് ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. ഓക്കെ, നമുക്ക് ഗ്യാരേജിൽ അല്ല ഇവിടെ ഇത് പുതിയ അപ്ഡേറ്റ് വന്നു കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം ഒരു അപ്ഡേറ്റ് വന്നിട്ട് പുതിയ മാപ്പ് ലോഡായി വന്നതാണ്. പുതിയ മാപ്പ് കുറച്ചൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതല്ലേ കിട്ടി. ഓക്കെ, നമുക്കിതെല്ലാം ഒന്ന് ക്ലെയിം ചെയ്തെടുക്കാം. സാധനം ക്ലെയിം ചെയ്തല്ലേ എനിക്ക് കറൻസി കിട്ടുള്ളൂ കേസ്. ഇതിപ്പം XP ആണെന്ന് തോന്നുന്നു, XP അങ്ങനെ എന്തോ കണ്ടാണ് ഈ സാധനം, കോയിൻസ് എന്ന് തോന്നുന്നു. ആ സാധനം എടുക്കുക, സാധനം ആവശ്യമുണ്ട് കേസ്. നമുക്ക് ഇപ്പം ഒരു കോൺട്രാക്റ്റ് കിട്ടി, അത് ഇപ്പം നമുക്ക് സാധനം കിട്ടി, അത് അൺലോക്ക് ചെയ്തു. ഓക്കെ, അത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഈ സാധനം വേണം കേസ്. അതുകൊണ്ടാണ് ഓക്കെ, അത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ കോയിൻ സാധനം വേണം. ഒന്ന് ക്ലെയിം ചെയ്ത് സെറ്റാക്കി എടുക്കാം. ഓക്കെ, എല്ലാം ക്ലെയിം ആയിട്ടുണ്ട്. നമുക്കൊരു 50 കറൻസിയും കിട്ടിയിട്ടുണ്ട്. സോ നമുക്കൊരു കോൺട്രാക്റ്റ് അങ്ങ് ആക്ടിവേറ്റ് ചെയ്യാം. ഇപ്പം എന്ത് കോൺട്രാക്റ്റ് ആക്ടിവേറ്റ് ചെയ്യും? അതേ കിടക്കുന്നു. ബ്രീത്ത് എന്ന് പറഞ്ഞ കോൺട്രാക്റ്റ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം.
ഒരു ഹുഡാണ്, മറ്റേ ഫ്രണ്ടിലത്തേതില്ലേ ആ സാധനം. ഓക്കെ, നമുക്ക് ആ സാധനം എടുക്കാം. നമുക്ക് 2 ചലഞ്ച് കിട്ടി. ഒന്ന് സ്പ്രിൻറ്റും മറ്റേതാ ഡ്രിഫ്റ്റ് ട്രയലും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ ഡ്രിഫ്റ്റ് ട്രയൽ കളിക്കാം. ഡ്രിഫ്റ്റ് ട്രയൽ സിമ്പിളാണ്. എന്താണ്, ഡ്രിഫ്റ്റ് അടിക്കുക, ഒരു 30 സെക്കൻഡ് തരുമായിരിക്കും. ഡ്രിഫ്റ്റ് അടിക്കുക, ഡ്രിഫ്റ്റ് അടിച്ച് ഒരു ടാർഗറ്റ് ഉണ്ട്, അപ്പോൾ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഡ്രിഫ്റ്റ് അടിച്ച് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഹോൾഡ് ആൻഡ് സ്കിപ്പ്. ലെറ്റ്സ് സീ ഡ്രിഫ്റ്റ് ട്രയൽ. എനിക്ക് ഡ്രിഫ്റ്റ് അടിച്ച് പരിചയമില്ല കേസ്, വേറെ എനിക്ക് ഡ്രിഫ്റ്റ് ഇങ്ങനെ അടിക്കാൻ അറിഞ്ഞൂടാ. എനിക്ക് മതിലേ മുട്ടിക്കാൻ ഡ്രിഫ്റ്റ് അടിക്കാൻ അറിഞ്ഞൂടാ. 3, 2, 1 ഓക്കെ പോട്ടെ. ഓക്കെ, ഡ്രിഫ്റ്റ് ഉണ്ടോ, മണ്ടയൊക്കെ ഉണ്ടോ, സ്കോർ കാരണം ഉണ്ടോ? അപ്പോൾ അതാണ് സംഭവം. ഇതിൻ്റെ ഇടിച്ചു കഴിഞ്ഞത് മൊത്തം പോവും. അതേ പോയി, ഇടിച്ചു കഴിഞ്ഞാൽ മൊത്തം പോവും. അപ്പോൾ ഇടിക്കാൻ പാടില്ല, ഇടിക്കാതെ വേണം ചെയ്യാൻ. ഓക്കെ, സോ നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ഒന്നുകൂടെ ട്രൈ ചെയ്തിട്ട് കിട്ടുമോ നോക്കാം. നോക്കട്ടെ, പ്രാവശ്യം കിട്ടുമായിരിക്കണം. എനിക്കൊരു പരിചയമില്ല, എനിക്ക് കളിക്കാൻ കുഴപ്പമില്ല, പക്ഷേ ഡ്രിഫ്റ്റ് അടിക്കാൻ അറിയാതെ എങ്ങനെയാണ് ഗൈസ് അല്ലേ? ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ഡ്രിഫ്റ്റ് അടിച്ച് ഓക്കെ. അയ്യോ പിടിച്ചിട്ടുണ്ട് ഈ ഡ്രിഫ്റ്റ് അടിയോ. ഓ ഇതന്നെ, ഇതിപ്പോൾ പബ്ലിക് സെർവർ ആയതുകൊണ്ടാണ്, വേറെ ആൾക്കാരൊക്കെ ഇതിൻ്റെ ഉണ്ട്. ഓക്കെ, നമ്മൾ ടാർഗറ്റ് എത്താറായി. കമോൺ. അയ്യോ 10 സെക്കൻഡോടെ ടാർഗറ്റ് അടി. ഓക്കെ, ടാർഗറ്റ് അടിച്ചു. ഇടിക്കല്ലേ, ഒരിടത്ത് ഇടിക്കല്. ടാർഗറ്റ് അടിച്ച് ഇനി വിത്തിരിടിച്ച് എന്താ അവസ്ഥയാണ് നോക്കി. ഓ ഒരു തവണ ട്രൈ ചെയ്യാം ഗൈസ്, ലാസ്റ്റ് ടൈം. ഇതിന് ഞാൻ ജയിക്കും ഗൈസ്, പിന്നെ അല്ലേ ഇത് ഞാൻ ജയിച്ചിരിക്കും. ഓക്കെ ഗൈസ്, നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. സാധനം കിട്ടണില്ലെന്ന്, നമുക്ക് സാധനം കിട്ടണില്ല. നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാം. എന്നിട്ടും കിട്ടിയില്ലേ നമുക്ക് സാധനം ഇതാക്കി കൊടുക്കാം. കറൻസി അല്ല, വേറൊരു ടോക്കണോ അങ്ങനെ എന്തോ കണ്ടാണ് സാധനം. ആ സാധനം ഇട്ട് നമുക്ക് ഗെയിമിങ് അല്ല ഈ ചലഞ്ചൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തേക്കാം. എനിക്ക് പറ്റിയില്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ ചുമ്മാ ഓടിക്കുവാണല്ലോ. പക്ഷേ ഡ്രിഫ്റ്റ് അടിക്കാൻ വഴിയൊന്നുമില്ല. ഓക്കെ, പോരാ. ഇടിക്കല്ലേ. ഓക്കെ, ഇടിക്കല്. ഓ ഭാഗ്യം. ഓക്കെ, നമ്മൾ എന്തായാലും ലെവല് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, 2, 1 നൈസ് വർക്ക്. അതെ, താങ്ക് യു. ഓക്കെ, നമുക്കിനി അടുത്ത സാധനത്തിലോട്ട് പോകണം. മാപ്പ് ഞെക്കിട്ട് തന്നെ വരാത്തെ. അയ്യോ, നെറ്റ് ഇഷ്യൂ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാപ്പ് ഞെക്കിയാൽ പൊതുവെ ഇങ്ങനെ ലേറ്റ് ആവേണ്ടതല്ല, വരേണ്ടതാണ്. കുറച്ച് നേരം കറങ്ങി നോക്കാൻ വരുമായിരിക്കും. മാപ്പ് ഓപ്പൺ ആയാലും നമുക്ക് അടുത്ത മറ്റേ ഇതൊന്നും റേസിംഗ് അല്ലേ, അത് തന്നെ ആ സാധനം അത് കളിക്കണമെങ്കിൽ മാപ്പ് ലോഡായിട്ട് നമുക്ക് അകത്ത് ഞെക്കിയാൽ മതി. പിന്നെ ഇത് ഇപ്പോൾ പബ്ലിക് സെർവർ ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് 9 പേര് ഓൺലൈനുണ്ട്. മാക്സിമം 9 പേരാണ് ഇതിൻ്റെ അത് കയറാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. അതെ, മാക്സിമം 9 പേരാണ് ഇതിൻ്റെ കയറാൻ പറ്റുന്നത്. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ സൗണ്ടൊക്കെ കുറച്ചിടണം കേട്ടോ. അയ്യോ, എൻ്റെ ചെവി അടിച്ച് പോണക്കൊണ്ട് സൗണ്ടായിരുന്നു. പാട്ടൊക്കെ ഇടുക കേട്ടോ, സൗണ്ട് എഫക്റ്റ് വിഷയം തന്നെ. പിന്നെ നിങ്ങൾക്കിത് PC കളിക്കാം, അല്ലെങ്കിൽ മൊബൈലും അല്ല ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും കളിക്കാം. സാധനം കളിക്കാൻ കൊള്ളാം, അത്ര ഞാൻ പറയുള്ളൂ. കളിച്ചു നോക്കണം, ഒരു തവണയിലും കളിച്ചു നോക്കേണ്ട ഒരു ഗെയിമാണ്. ലെറ്റ്സ് സീ ഇതെന്താ കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാം. കുറച്ച് റെയിലിൽ ഓടിയിട്ട് വരാം. മാപ്പിൻ്റെ റെഡി ആവുമോ നോക്കാം. പാട്ടൊക്കെ ലോഡാവുന്നതിന് കുഴപ്പമില്ല. ഇടിച്ച് ചില സമയത്ത് ഈ ഫോണിൽ ടച്ച് വീഴുകയില്ല കേസ്, എന്നാന്ന് അറിയത്തില്ല. ഈ പന്ന ഫോണിൽ ടച്ച് വീഴുകയില്ല. ഓക്കെ, നമുക്ക് നോക്കാം, ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതിൻ്റെ അകത്ത് വേറെ പ്രശ്നമൊന്നും കണ്ടിട്ട് തോന്നുന്നില്ല. ഓക്കെ, മാപ്പായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നേരെ സ്പ്രിൻറ്റിലോട്ട് പോകാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഗെയിം പ്ലേ.
പ്ലേ എനിക്ക് ഈ സാധനം കംപ്ലീറ്റ് ചെയ്യാം ഗൈസ്. സ്പ്രിൻറ്റിൽ ഞാൻ ഒരു പുലിയാണ്, അത് വേറെ കാര്യം. സ്പ്രിൻറ്റിൽ ഞാൻ പുലിയാണ്, വേറെ ഒരുത്തിനും എന്നെ തോപ്പിച്ചിട്ടില്ല ഇതുവരെ. സ്പ്രിൻറ്റ് ഞാൻ പുലി എന്ന് പറഞ്ഞാൽ പുലിയാണ്. ഓക്കെ ഗൈസ്, നമുക്ക് ഇവനുമായിട്ട് അങ്ങ് റേസ് ചെയ്തൊക്കെ ഉണ്ടോ. ആ ഗ്രാഫിക്സ്, ആ ഒരു സിനിമാറ്റിക് മോഷൻ നോക്കുക ഗൈസ്. വിഷയമല്ലേ, എനിക്കതാണ് ഇഷ്ടം. എനിക്ക് ഭയങ്കര രസം അത്. ആ ഒരു ലൈറ്റിങ്ങും എന്തല്ലേ എനിക്കതാണ് ഈ ഗെയിമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഓക്കെ, നമ്മൾ ഇവനുമായിട്ടാണ് റേസ് ചെയ്യുന്നേ. ലെറ്റ്സ് സീ എന്താ. ഞാൻ ഇത് ജയിക്കും, ഇത് നോക്കൂ, ഞാൻ ഇത് ജയിക്കും. ഇവൻ കയറിപ്പോയാലും പോയില്ലെങ്കിലും ഞാൻ ജയിക്കും. കണ്ടോ, അവൻ കയറിപ്പോയി. അതെന്നറിയാവോ, എനിക്ക് അറിയാൻ പാടില്ലാത്ത പണിക്ക് പോകുന്നതിൻ്റെ ആണെന്നാണ് ഞാൻ പറയുള്ളൂ. പക്ഷേ ഈ ഡ്രിഫ്റ്റ് അടിക്കുമ്പോണ്ടാകുന്ന മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയും ഇടിച്ച് നിൽക്കും. പണി അറിയത്തില്ലല്ലോ, അപ്പോൾ എവിടെയും ഇടിച്ച് നിൽക്കും. അപ്പം അത്രയും കൂടെ ടൈം പോകത്തേ ഉള്ളൂ. അപ്പോൾ അടുത്തതിന് കയറാലോ. ഞാൻ അതുകൊണ്ട് അധികം അങ്ങനെ ഡ്രിഫ്റ്റ് അടിക്കാറില്ല. ഇതിൻ്റെ അത് അടിക്കും അല്ലാതെ കളിക്കുമ്പോൾ. കണ്ടോ, ഒന്നാമതെ കൺട്രോളും ഇല്ല. ഇതുണ്ടോ, അവനും വന്നിടിച്ച്. ഇതാണ് പറഞ്ഞത്, നമ്മൾ ഡ്രിഫ്റ്റ് അടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇടിക്കും. അപ്പോൾ പിന്നെ ഇടിച്ച് വെറുതെ ടൈം കളയണ്ടല്ല. നമ്മൾ കാമൻ കൂളായിട്ടങ്ങ് പോയാൽ നമുക്ക് കളിക്കാൻ മേലെ ഏത് ഡ്രിഫ്റ്റൊക്കെ ഞാൻ അടിക്കണതാണ് ഇതിൻ്റെ അകത്ത്. ഇടുവാണ് ഇപ്പം ജയിക്കാനുള്ള ഒരൊറ്റ ഇതിലട്ടാ. ഉണ്ടോ, ഡ്രിഫ്റ്റൊക്കെ ഞാൻ അടിക്കും. എന്നെ ഒരുത്തനും വിറ്റിയൂല ഇതിൻ്റെ അകത്ത്, മനസ്സിലായോ. പിന്നെ ഇത് ഇതിൻ്റെ അകത്ത് ബൂസ്റ്റും കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ പേടിക്കേ വേണ്ട, സൂപ്പർ ഫാസ്റ്റാണ്. ഇതേ അവൻ കയറിപ്പോയി. അവനെപ്പോഴാണ് വന്നേ, ഞാൻ കണ്ടില്ലല്ലോ. പേടിക്കണ്ട, നമ്മൾ ജയിക്കും. നോക്കിയോ, നമ്മളാണ് ഇതിൻ്റെ അകത്ത് പുലി. ഞാൻ പറഞ്ഞില്ലേ, ഇത് അവൻ വേറെ വഴിക്ക് പോയി. ഉണ്ടാ, അതാണ് ഞാൻ പറഞ്ഞത്. അവൻ ചെക്ക് പോസ്റ്റ് ഒന്നും എടുക്കാതെ വേറെ വഴിക്ക് പോയി. അതാണ് പറഞ്ഞത്, നമ്മൾ കാമൻ കൂളായിട്ട് പ്ലേ ചെയ്തുകയാണെങ്കിൽ ഏത് കളിയും ജയിക്കും മോനെ. പിന്നെ ഡ്രിഫ്റ്റൊക്കെ അടിക്കാന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് ഇടിക്കുകയൊക്കെ ചെയ്യാം, അപ്പോൾ സ്പീഡ് പറയൂലേ. അതുകൊണ്ടാണ് എനിക്ക് ഡ്രിഫ്റ്റ് അടിക്കാൻ താല്പര്യമില്ലാത്തത്, അത് വേറെ കാര്യം. ഓക്കെ, നമ്മളിതാ കളിച്ചിരിക്കാൻ പോവാണ്. ലാസ്റ്റ് ചെക്ക് പോസ്റ്റ്, റേസ് ഫിനിഷ്ഡ് ആൻഡ് യു വോൺ. ഓക്കെ, നമ്മളിങ്ങനെ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി സാധനം കളക്ട് ചെയ്യാം. കളക്ട് ചെയ്യാനായിട്ട് നോക്കട്ടെ, കളക്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. മാപ്പിൽ കയറുക, ഗ്യാരേജ് വരിക. കമോൺ, ദേ റെഡി ടു കളക്ട് റിവാർഡ്. യെസ്, അത് ഗ്യാരേജ് വന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പിയും കിട്ടി. ഞാൻ 4ാമത്തെ ലെവലേ. ഓക്കെ, 5ാമത്തെ ലെവലിലോട്ട് കയറാനുള്ള എക്സ്പി കിട്ടിയിട്ടുണ്ട്. നമ്മൾ കസ്റ്റമൈസിൽ പോകുന്നു. മോഡ്സ് മണ്ടയിലോട്ട് വരുമ്പം ഹുഡ് ഇതെന്താ, അത് ഇൻസ്റ്റാൾഡ് അല്ലേ. ഇതേ അടി കിടക്കണത് 200 നമ്മൾ 2500 ചെയ്ത് ഒരു 200 അങ്ങ് പോയി. ഇത്രേ ഉള്ളൂ. ചെക്കിങ് ഔട്ട്. യെസ്, ആ ലുക്ക് നോക്കിയേ മോനെ, ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം. അപ്പം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ കയറ്റി കളിക്കുക കേട്ടോ, ഭയങ്കര രസമാണിത്. ഫ്രണ്ട്സിനെ വെച്ച് കളിക്കാനാണെങ്കിൽ കുറച്ച് രസമായിരിക്കും. ഇനി നമുക്ക് ഡ്രിഫ്റ്റ് ഒക്കെ മറ്റേ നമുക്ക് ഡോണറ്റൊക്കെ അടിക്കാൻ പറ്റും ഡ്രിഫ്റ്റൊക്കെ വെച്ചിട്ട്. ആ സാധനമൊക്കെ വിഷയമാണ് ഗൈസ്. പിന്നെ ഇത് കളിച്ചു നോക്കണം, ഒരു തവണയിലേക്ക് കളിച്ചു നോക്കാൻ പറ്റിയ ഗെയിം ആട്ടോ ഗൈസ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അൻറ്റിൽ നെക്സ്റ്റ് ടൈം പുതിയൊരു ഗെയിമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ഗൈസ്, സ്റ്റേ ട്യൂൺഡ്.